Hi dears and welcome to a new video. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2021 UG അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ന്യൂസും കാര്യങ്ങളൊക്കെ. അപ്പം അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ മറ്റ് പല വീഡിയോസിലും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്സ് കോളേജിൽ ചെക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പം പല കുട്ടികളും ഡൗട്ട് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്കിനോട് ബോണസ് പോയിന്റ്സ് ആഡ് ചെയ്യുക, എത്ര വെച്ചാണ് ബോണസ് പോയിന്റ്സ് ഓരോ കാറ്റഗറിക്കും വരുന്നത്, കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ഡൗട്ട് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ബോണസ് പോയിന്റ്സ്, എത്ര മാർക്സ് വെച്ചിട്ടാണ് ഓരോ കാര്യത്തിനും ബോണസ് പോയിന്റ്സ് നമുക്ക് കിട്ടുക, അപ്പൊ ഇൻഡെക്സ് മാർക്കിന്റെ കൂടെ ഈ ബോണസ് പോയിന്റ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനൽ ഇൻഡെക്സ് മാർക്ക് വരിക. അതിന്റെ ബേസിസിലാണ് നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കൂടി കൈൻഡ്ലി സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ പ്രോസ്പെക്ടസിൽ ബോണസ് മാർക്സ് വരുന്ന ഒരു പോർഷനാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ബോണസ് വെയിറ്റേജ് മാർക്സ് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്കിന്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ വെയിറ്റേജ് മാർക്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ വെയിറ്റേജ് ഒക്കെ ഒഴിവാക്കിയെന്ന്, +2 മാർക്സിന്റെ കൂടെ ഒഴിവാക്കിയെന്നൊക്കെ പല ന്യൂസുകളും പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഡിഗ്രി അഡ്മിഷന്റെ ടൈമിൽ ഈ ബോണസ് പോയിന്റ്സ് ആ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ബോണസ് പോയിന്റ്സ് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറി കാണാം. ആദ്യം തന്നെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അങ്ങനെ ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ ഫസ്റ്റ് പ്ലേസോ എ ഗ്രേഡോ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതെന്തിൻ്റെയാണ്, കൾച്ചറൽ മീൻസിലുള്ള ബോണസ് പോയിന്റ്സ്. അപ്പോൾ ആർട്സ് ഫെസ്റ്റിവലിന് ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, 10th ഒന്നും പറ്റില്ല കേട്ടോ, +2 മാത്രം, ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആർട്സ് ഫെസ്റ്റിവലിന് എ ഗ്രേഡോ ഫസ്റ്റ് പ്ലേസോ കിട്ടിയ കാൻഡിഡേറ്റ്സിന് ബോണസ് പോയിന്റ്സ് 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇൻഡെക്സ് മാർക്കിനോട് 10 മാർക്ക് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇനി സെക്കൻഡ് ക്രൈറ്റീരിയ വരുന്നത് എക്സ് സർവീസ്മെൻ കാറ്റഗറി ഉണ്ടെങ്കിൽ, അതുപോലെ വിഡോസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ജവാൻ ആൻഡ് എക്സ് സർവീസ്മെൻ ആൻഡ് വിഡോ ആൻഡ് ചിൽഡ്രൻ ഓഫ് BSF പേഴ്സണൽ സ്കിൽഡ് ഓർ ഡിസേബിൾഡ് ഇൻ ആൻ ആക്ഷൻ. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് 15 മാർക്സ് ബോണസ് പോയിന്റ്സ് വരും. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ബോണസ് പോയിന്റ് വരുന്നൊരു കാര്യമാണ് NSS. അപ്പം NSS വോളണ്ടിയേഴ്സ് +2 ലെവൽ, അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 10th NSS ഉണ്ട്, 10th NCC ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷന് ആ ബോണസ് പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കൂല. ഓക്കെ, ഇത് പ്രത്യേകിച്ചും +2ന്റെ കാര്യമാണ്. +2ന് NSS വോളണ്ടിയർ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ അതിൻ്റെ എന്താ പറയുക, ഒരു ഫുൾഫിൽമെന്റ്, അതിന്റെ സബ്ജക്ട് ടു ഫോളോയിങ് കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 15 പോയിന്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ NSS ആണ് നെക്സ്റ്റ് ബോണസ് പോയിന്റ്സ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് NCC ആണ്. NCC നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. NCCക്ക് പല കണ്ടീഷൻ ആയിട്ട് വരുന്നുണ്ട്. NCCക്ക് 75% എബവ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് കിട്ടും. അപ്പോൾ എത്ര ബോണസ് പോയിന്റ്സ് കിട്ടും എന്നുള്ളത് ഡിപ്പെൻസ്. 15 to 25 പോയിന്റ്സ് ആണ് എക്സ്ട്രാ NCCക്ക് വരുന്നത്. അതെങ്ങനെയാണ് കാറ്റഗറി വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ NCCക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ മിനിമം നിങ്ങൾക്ക് 15 പോയിന്റ്സ് എന്തായാലും ബോണസ് പോയിന്റ്സ് ലഭിക്കും. ഇനി NCC കാഡറ്റ്സിന് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ, കാഡറ്റ്സ് ഹോൾഡിംഗ് സർട്ടിഫിക്കറ്റ്സ് A, B, C എന്ന് പറഞ്ഞ 3 കാറ്റഗറി ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് A ആണെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ്സ് ലഭിക്കും, B ആണെങ്കിൽ 5 പോയിന്റ്സ് ലഭിക്കും, പിന്നെ C ആണെങ്കിൽ 10 പോയിന്റ്സ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മാർക്സ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മാക്സിമം മാർക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ 15 പ്ലസ് ഇപ്പോഴത്തെ 10, അപ്പോൾ 25. മിനിമം ലഭിക്കുക 15. ഈ എക്സ്ട്രാ ABC സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 15 മാർക്സ് ആയിരിക്കും. അപ്പം ഇത്രയും ആണ് NCCയുടെ ബോണസ് പോയിന്റിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഓക്കെ, ഇനി സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള +2 ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് 15
പോയിന്റ്സ് എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10th പോരാ, പർട്ടിക്കുലർലി +2ൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഡിഗ്രി അഡ്മിഷന് +2 മാർക്സിൻ്റെ ബേസിസിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒരു സ്റ്റുഡൻറ്റിന് NSS ഉണ്ട്, NCC ഉണ്ട്, SPC ഉണ്ട്, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റുമായിട്ട് ഇങ്ങനെ 3 കാറ്റഗറിയിലും ഒരു കുട്ടി വരികയാണെങ്കിൽ ഒന്നിന് മാത്രമേ നിങ്ങൾക്ക് ബോണസ് പോയിന്റ്സ് ലഭിക്കുള്ളൂ. 3നും എക്സ്ട്രാ 15 ആ രീതിയിലൊന്നും ആഡ് ചെയ്യപ്പെടില്ല. എനി വൺ ഓഫ് ദീസ്, ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ ആ ഒരു എക്സ്ട്രാ പോയിന്റ്സ് ലഭിക്കാനായിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഏത് ബോണസ് പോയിന്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ എക്സ്ട്രാ ബോണസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, NSSൽ ഉണ്ടായിരുന്നു, NCC ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. ലേറ്റർ ഓൺ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ്സ് ആ ടൈമിനുള്ളിൽ സർട്ടിഫിക്കറ്റ്സ് റെഡിയാക്കിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുക. അല്ലെങ്കിൽ കോളേജ്, ഏത് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് അവിടെ അഡ്മിഷൻ സമയത്ത് ഈ എക്സ്ട്രാ ബോണസ് പോയിന്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്ന കാര്യങ്ങൾ. ഇനി പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത് സ്പോർട്സ് കോട്ട അഡ്മിഷൻസ് ആണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്പോർട്സിൻ്റെ എക്സ്ട്രാ പോയിന്റ്സും ബോണസ് പോയിന്റ്സും എക്സ്ട്രാ സീറ്റ് എങ്ങനെയാണ് റിസർവേഷൻ വരുന്നത്, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ഒക്കെ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ ബോണസ് പോയിന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആ ടേബിൾ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫോർ യുവർ ഇൻസൈറ്റ്. SPC ആണെങ്കിൽ 15 പോയിന്റ്സ്, NCC ആണെങ്കിൽ 15 to 25 പോയിന്റ്സ്, പിന്നെ NSS ആണെങ്കിൽ 15 പോയിന്റ്സ്, എക്സ് സർവീസ്മെൻ 15, ആൻഡ് ആർട്സിൽ ഫസ്റ്റ് പ്ലേസ് ഓർ A ഗ്രേഡ് ആണെങ്കിൽ 10 മാർക്സ്. അപ്പോൾ ഇത്രയാണ് ബോണസ് പോയിന്റ്സ് വരുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അഡ്മിഷൻസ്. അതേപോലെ വീണ്ടും പറയാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.